ഈ പ്രഭാതത്തിൽ ഞാൻ കണ്ണു തുറന്നു, തിരുവചനം കേൾക്കാൻ കാതോർത്തു. നിൻ വചനം എൻ പാതയിൽ പ്രകാശം, എന്നും എനിക്ക് നീയാണാശ്വാസം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യെരുശലേമിലേക്കുള്ള യാത്രയിൽ യെരുശലേമിൽ വെച്ച് തനിക്കുണ്ടാകുവാൻ പോകുന്ന മരണത്തെക്കുറിച്ച് കർത്താവ് നൽകുന്ന ഒരു പ്രവചനമാണ് മർക്കോസ് 10-ാം അധ്യായം 32, 33, 34 വാക്യങ്ങൾ. ഇവിടെ ക്രൂശിനെക്കുറിച്ച് പറയുന്നില്ല എങ്കിലും തനിക്ക് നേരിടേണ്ടി വരുന്ന പീഡനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ചും കർത്താവ് വെളിപ്പെടുത്തുന്നു. ക്രൂശിനെക്കുറിച്ചുള്ള പൗലോസിൻ്റെ പ്രശംസാ വാക്കുകളാണ് ഗലാത്യർ 6-14 വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ക്രൂശിൽ പ്രശംസിക്കുന്ന പൗലോസ്. ഇന്ന് മിക്കവർക്കും പ്രശംസാ വിഷയങ്ങൾ ഉണ്ട്. ചിലർ തങ്ങളുടെ ശരീര സൗന്ദര്യത്തെക്കുറിച്ചും ചിലർ തങ്ങളുടെ കഴിവുകളെക്കുറിച്ചും ധനത്തിലും കുടുംബശ്രേഷ്ഠതയിലും ഒക്കെ പ്രശംസിക്കുന്നവരുണ്ട്. ചിലർ പേരിനും പെരുമയ്ക്കും വേണ്ടി ലജ്ജാകരമായ പ്രവൃത്തികൾ ചെയ്യുന്നു. മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ തൻ്റെ ധനത്തെക്കുറിച്ചും രാജധാനിയെക്കുറിച്ചും സ്വയം പ്രശംസിച്ച നെബൂഖദ്നേസർ രാജാവിനെക്കുറിച്ച് വായിക്കുന്നു. ദാനിയേൽ 4-30 വാക്യം. ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ. സ്വയപ്രശംസയുടെ ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ ശബ്ദം രാജ്യത്തും നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. ദാനിയേൽ 4:31-33 വരെ. തന്നെക്കുറിച്ചുള്ള പ്രശംസാ വാക്കുകൾ ദൈവത്തോട് പറഞ്ഞ പരീക്ഷനെക്കുറിച്ച് ലൂക്കോസ് 18-ാം അധ്യായം 11 മുതൽ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ദൈവമേ, ശേഷം മനുഷ്യരെ പോലെയല്ല ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, പതാരം കൊടുക്കുന്നു. അവിടെ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും അല്ല ഞാൻ. സ്വയം പ്രശംസിച്ച പരീശൻ നീതീകരിക്കപ്പെടുന്നില്ല. നാമും പലപ്പോഴും സ്വയപ്രശംസയുടെ വാക്കുകൾ ഉരുവിട്ടിട്ടില്ലേ? സ്വയം പ്രശംസിക്കുന്നതിന് അനേക വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പിയർ 3:4-6 വരെ അതെല്ലാം ഛേദം എണ്ണിയ പൗലോസ് യഹൂദ മതത്തിലെ അറിയപ്പെട്ട ഒരു റബിയായിരുന്നു. ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള എരിവ് നിമിത്തം ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ചവൻ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് അതിൽ സന്തുഷ്ടനായി കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചവൻ, യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ പകച്ചു. തുടർന്ന് രക്ഷ അനുഭവമാക്കി. ക്രിസ്തുവിനെ അനുഭവമാക്കിയ പൗലോസ് പറയുന്നത്, ലോകപ്രകാരം എനിക്ക് ലഭിക്കാമായിരുന്ന സകലതും ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. അതായത് എൻ്റെ പ്രശംസ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മാത്രമാണ്. നമ്മുടെ പ്രശംസാ വിഷയം എന്താണ്? വിദ്യാഭ്യാസം, സമ്പത്ത്, കുടുംബശ്രേഷ്ഠത, സഭയിലെ സ്ഥാനമാനങ്ങൾ, മതഭക്തൻ, ഉന്നത പദവി തുടങ്ങിയവയല്ലേ? നാം പ്രശംസിക്കുന്നത് പോലെ തന്നെ അനേക പ്രശംസാ വിഷയങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൈസരിയ പട്ടണത്തിലെ ഇത്താലിക്ക എന്ന പട്ടാളത്തിലെ ഒരു ശതാധിപനായിരുന്ന കൊർന്നല്യോസ്. പ്രവൃത്തി 10:28 മുതൽ. ഭക്തൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, ധർമ്മം നൽകുന്നവൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. എങ്കിലും കർത്താവ് തന്നോട് ആജ്ഞാപിച്ചത് കേട്ട് പത്രോസിനെ തൻ്റെ ഭവനത്തിലേക്ക് വരുത്തി. പത്രോസ് തൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ തൻ്റെ പദവികളെ ഒക്കെ മറന്ന് പത്രോസിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസിൻ്റെ പ്രസംഗം കൊർന്നല്യോസിൽ മാറ്റം വരുത്തി. അവൻ മാനസാന്തരപ്പെട്ടു. ഇന്ന് ലോകപ്രകാരമുള്ള പ്രശംസകളിലും ഭക്തി ജീവിതത്തെക്കുറിച്ചുള്ള അഭിമാനത്തിലുമാണ് ജീവിക്കുന്നത് എങ്കിൽ നമുക്കും ഒരു മാനസാന്തരം ആവശ്യമാണ്. ലോകപ്രകാരമുള്ള ധനത്തിലും വയലിലെ വിളവിലും തിന്ന് കുടിച്ച് ആനന്ദിക്കുന്ന ധനവാനായ മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നത്, ഇന്ന് നിൻ്റെ ആത്മാവിനെ ചോദിച്ചാൽ നിൻ്റെ നിത്യത എവിടെയാണ്? ഈ ചോദ്യം ഓരോ നിമിഷവും കർത്താവ് നാം ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്.
എല്ലാ പുകഴ്ചയും മതഭക്തിയും ഉണ്ടായിരുന്ന പൗലോസ് പറയുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. 1 തിമോഥെയോസ് 1:15. നമ്മുടെ മതഭക്തിക്കോ കർമാനുഷ്ഠാനങ്ങൾക്കോ ഒന്നും നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയില്ല. പിന്നെയോ ക്രൂശിന് മാത്രമേ പാപബോധം ഉളവാക്കുവാൻ കഴിയൂ. ക്രൂശിൽ കൂടി തനിക്ക് രക്ഷ അനുഭവമാക്കുവാൻ കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുന്നത് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്നാണ്. ക്രൂശിലെ മഹത്വം അനുഭവിപ്പാനായി പൗലോസ് തൻ്റെ എല്ലാ പതിവുകളും ഉപേക്ഷിച്ചു. ക്രൂശ് തൻ്റെ പ്രശംസാ വിഷയമായി സ്വീകരിച്ചു. പൗലോസ് കണ്ടെത്തിയ ക്രൂശിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വമായി നമുക്കും സ്വീകരിക്കാം. ക്രൂശായിരിക്കട്ടെ നമ്മുടെ പ്രശംസാ വിഷയം. ജീവിതത്തിലുണ്ടായിട്ടുള്ള സകല മാലിന്യവും ക്രൂശിൽ ഒഴുക്കിയ രക്തം കൊണ്ട് നമുക്ക് കഴുകിക്കളയാം. തുടർന്ന് ക്രൂശ് ആയിരിക്കട്ടെ നമ്മുടെ പ്രശംസാ വിഷയമായിട്ടുള്ളത്. കർത്താവേ, ലോകപ്രകാരമുള്ള എല്ലാ പദവികളെയും ഉപേക്ഷിച്ച് ക്രൂശിൽ മാത്രം പ്രശംസിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ വരിക, പരമകൃപാ